Praise the Lord. നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. आशीष समय के लिए प्रभु को धन्यवाद देता हूँ. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്റെ കുടുംബത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം സ്നേഹം അറിയിക്കുന്നു. प्रभु के चरणों में आए हुए सबको प्रभु यीशु मसीह के नाम से स्नेह वंदन देते हैं. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. सब लोग हाथ उठा के प्रभु को धन्यवाद दें. ഒരു പ്രാവശ്യമുള്ള ദൈവജനമായ ദേശത്തിൽ കർത്താവ് ജീവിതത്തിൽ ഭാഗ്യം തന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. और एक बार प्रभु का वचन लेकर प्रभु के चरणों में खड़े होने के लिए अवसर मिलने से प्रभु को धन्यवाद दें. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. उत्पत्ति हालेलुया 29 अध्याय उसका 35 से पढ़ेंगे. जेनेसिस चैप्टर 29 वर्स 35. और फिर वह गर्भवती हुई और उसका और एक और पुत्र उत्पन्न हुआ. उसने कहा, अब की बार मैं यहोवा को धन्यवाद करूंगी. इसलिए उसने उसका नाम यहूदा रखा. तब उसकी वो बंद हो गई. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്തു കർത്താവേ. ഈ പകലിൽ ഇതുവരെ നിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കർത്താവിന്റെ വചനം മാറ്റമില്ലാത്ത വചനം ശക്തമായ ശുശ്രൂഷയാണ് വിശുദ്ധമായി ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അത് കർത്താവ് വീണ്ടും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കും പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷപാടികൾ ബലപ്പെടുത്തുമാറാകണമേ. കർത്താവ് കേൾക്കുന്ന ജനത്തിന് മണികൾക്കും അനുഗ്രഹമായി തീരുക അങ്ങയുടെ വലിയ ശാന്തി ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് അവൾ പറഞ്ഞു. उसने कहा फिर मैं परमेश्वर का धन्यवाद करूंगा. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. इसीलिए उसने उसका नाम यहूदा रखा. അവൾ എന്ന് ഉദ്ദേശിക്കുന്നത് യാക്കോബിന്റെ ഭാര്യ ലേയെ കുറിച്ചാണ് പറയുന്നത്. यहाँ पे याकूब की पत्नी लिया के बारे में लिखा गया है. പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड. യാക്കോബ് ആരാ? याकूब कौन है? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? सब लोग खुश है क्या? അടുത്തിരിക്കുന്ന ഒരു കാര്യങ്ങൾ കൊടുത്തു ചോദിച്ചാൽ സന്തോഷമായിട്ടിരിക്കുന്നോ? साथ पे बैठे व्यक्ति को जो खुश है क्या? പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड. ഹല്ലേലൂയ. ഇസ്ഹാക്കിന്റെ മകനാ യാക്കോബ് നമുക്കറിയാം. इसहाक का बेटा है याकूब. അപ്പൊ യാക്കോബിന്റെ ഭാര്യ ലേയ. याकूब की पत्नी है लिया. ലേയാക്ക് ജനിച്ച ഒരു മകനാ യഹൂദ. हालिया उसको प्रभु ने दान दिया, वो एक बेटा है. ആ കുഞ്ഞിനെ എടുത്ത് കൈവച്ചുകൊണ്ട് പറയുകയാ, वो बच्चे को हाथ में रख के प्रभु को उससे कहती है, ഇപ്പോൾ ഞാൻ യഹോവയെ अभी സ്തുതിക്കും मैं परमेश्वर का धन्यवाद करूंगी. എന്ന് അവൾ പറഞ്ഞു. ऐसे उसने कहा അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേര്. और उसने यहूदा करके नाम रखा. ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് സ്തുതിക്കാതിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. अच्छा, तभी बोला तो उसके पहले वो धन्यवाद नहीं कर रही थी. അപ്പൊ യാക്കോബിന്റെ ആദ്യത്തെ ഭാര്യയുടെ പേരെന്താ? याकूब के पहले पत्नी का नाम क्या है? പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ. सब लोग बोलो. ലേയ. പ്രൈസ് ദി ലോർഡ്. पहली पत्नी का नाम लिया था. ആമേൻ. യാക്കോബ് ലാബാന്റെ മകളായ റാഹേലിനെ സ്നേഹിച്ചത്. याकूब ने हालेलुया लाबान की बेटी राहेल से प्यार किया था. 7 വർഷം സ്നേഹിച്ചു. 7 साल उसके लिए उसने सेवा किया. കല്യാണ ദിവസം കബളിക്കപ്പെട്ടു. पहले शादी के दिन उसको धोखा हुआ. പ്രൈസ് ദി ലോർഡ്. കല്യാണം അവിടെ രാത്രിയിലാണ് നടക്കുന്നത്. वहां पे रात में हाल ब्याह शादी होता था. ഒരുങ്ങി വന്നത് മുടുപടി വിട്ടാ വരുന്നത്. आधे समय घूंघट पहन के आते हैं. വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നത് ഇത് സ്നേഹിച്ച റാഹേൽ അല്ലെന്ന്. हालेलुया ये सलेलिया रात में उसको मालूम पड़ा कि उसने जिस राहेल से प्यार किया था वो नहीं है. യാക്കോബ് നോക്കിയപ്പോൾ ഇത് ലേയ. याकूब ने देखा तो लिया है. ലേയക്ക് വലിയൊരു പ്രശ്നമുണ്ട്. लिया को एक बहुत बड़ा प्रॉब्लम है. നമ്മള് ഈ ഉൽപ്പത്തി പുസ്തകം 29-ാം വാക്യം വായിക്കുമ്പോ हालेलुया ये उत्पत्ति का 29 अध्याय पढ़ते समय 17-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. 17वें आयत में देखते हैं ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. हालेलुया ये लिया की आंखें धुंधली थी. ഹല്ലേലൂയ. हालेलुया ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. पहले उसकी आंखें धुंधली थी. 30-ാം വാക്യത്തിൽ വായിക്കുമ്പോ हालेलुया 30 वचन में हम देखते हैं റാഹേലിനെ ലേയേക്കാൾ അധികം യാക്കോബ് സ്നേഹിച്ചു. हालेलुया राहेल से याकूब अधिक प्यार करता था. അപ്പോൾ ലേയയുടെ കണ്ണിന് ശോഭ കുറഞ്ഞിരുന്നു. हालेलुया लिया की आंखों में हालेलुया ये सलेलिया ज्योति कम थी. ശോഭ കുറഞ്ഞിരുന്നപ്പോ ഓടിപ്പോയി ഇതൊന്നും വരട്ടിയില്ല. हालेलुया में आंखों में हालेलुया खूबसूरता कमी करके उसने जाके हालेलुया ब्यूटी पार्लर नहीं गई. കണ്ണിനെ ശോഭ കുറഞ്ഞേക്കുന്നേ. हालेलुया आंखों का हालेलुया शोभा कम है. നമ്മളായിരുന്നു ഇതനായിരുന്നു. हम रहेंगे तो क्या करेंगे? ഇവിടുത്തെ ഇച്ചിരി കരി എടുത്തോണ്ട് വന്ന് ഇങ്ങനെ പെരട്ടി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചാനായിരുന്നു. थोड़ा कोयला लाकर उधर लगाकर हालेलुया ये सलेलिया हम अपने आप को रूपवान बनाने की कोशिश ഇങ്ങനെ करते हैं. വേറെ ഫിറ്റിംഗ് കൂടെ ഉണ്ട്. और उसके बाद और फिटिंग भी करते हैं. പീലിക്ക് കൂടെ ഫിറ്റിംഗ് ഉണ്ട്. ഇപ്പോ हैं പീലിക്ക് പീലിക്കും ഫിറ്റിംഗ് ഉണ്ട്. हालेलुया आईब्रोज को भी पता नहीं कुछ करते हैं. കുറച്ചുകൂടെ നീണ്ട്. हालेलुया उसको लंबा करते हैं. അപ്പോ ശോഭ മാറി. हालेलुया तभी हालेलुया रूप बदल जाता है. ഹല്ലേലൂയ. हालेलुया
നമ്മുടെ വഴി ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ആരും ലേയമാരും ഇല്ല. हालेलुया, आज के हालेलुया जमाने में ले लोग खत्म हो गए കാരണം ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ, क्योंकि ब्यूटी पार्लर है. എല്ലാം ബാഗിനകത്തുണ്ട്. हालेलुया सब कुछ हालेलुया बैग के अंदर लेके घूमते हैं. ഓഫീസിൽ പോകുമ്പോൾ ചർച്ച വരുമ്പോൾ പെട്ടെന്നൊന്ന് हालेलुया ऑफिस जाते समय चलते समय 2 मिनट के लिए सब पूरा कर 2 मिनट के अंदर रागल हो जाएगा. हालेलुया, Praise the Lord. प्रेज द लॉर्ड, Hallelujah. हालेलुया. ആമേൻ. പക്ഷെ ഇങ്ങനൊന്നും ടെക്നിക്ക് പരമായിട്ടുള്ള കാര്യത്തിലൊന്നും ലയ പോയില്ല. रिया ऐसे कोई काम के लिए नहीं गई. Praise the Lord. അപ്പോൾ Praise the Lord. ഈ 30-ാം വാക്യത്തിൽ പറയുകയാ, इसी वचन में लिखा है റാഹേലിനെ ലേയേക്കാൾ അധികം റാഹേലിനെ സ്നേഹിച്ചു. याकूब हालेलुया ये राहेल से अधिक प्यार करता है. 31-ാമത്തെ വാക്യത്തിൽ വരും പറയാ, 31 में लिखा है ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടു. हालेलुया जब परमेश्वर देखा कि हालेलुया लिया से प्रीति नहीं करता है. ലേയുടെ കുഴപ്പം എന്താ? लिया का गलती क्या है? കണ്ണിന് ശോഭ കുറഞ്ഞിരിക്കുക. उसकी आंखों में हालेलुया ज्योति कम है. ആ കുറവ് തീർക്കാൻ വേണ്ടി സ്വന്തം ഐഡിയയിലൊന്നും പോയില്ല. उसने वो कभी दूर करने के लिए और कुछ नहीं किया. ആ കുറവുള്ളത് കൊണ്ട് സ്നേഹം കിട്ടേണ്ട സ്നേഹം കിട്ടാതെ വന്നു. वो कमी की वजह से जो प्यार उसको मिलना चाहिए तो उसको नहीं मिला. ഇത് ലേയുടെ കുഴപ്പമല്ല. ये उसकी गलती नहीं है. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ സൗന്ദര്യം നമുക്ക് ദൈവം തരുന്നതാ. पहले तो हमें सुंदरता प्रभु देता है. നമ്മൾ എവിടെ ജനിക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. हम किस घर में कभी पैदा होना ये प्रभु डिसाइड करता है. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറയാം, ഞാൻ അമേരിക്കയിൽ ജനിക്കേണ്ടതായിരുന്നു. अभी मैं यहाँ खड़े होकर बोलता हूँ मैं तो अमेरिका में पैदा होना चाहिए था. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ऐसे नहीं बोल सकते. ഏത് രാജ്യത്ത് ജനിക്കണമെന്നും ഏത് സംസ്ഥാനത്ത് ജനിക്കണമെന്നും ഏത് ജില്ലയിൽ ജനിക്കണമെന്നും ഏത് മാതാപിതാക്കളുടെ മകനായിട്ട് ജനിക്കണമെന്നും ദൈവമാണ് തീരുമാനിക്കുന്നത്. क्या लोगों कौन से देश में, कौन से राज्य में, कौन से हालेलुया इस तालुका में कौन से माँ बाप को पैदा होना चाहिए प्रभु डिसाइड करता है. ഹല്ലേലൂയ. हालेलुया. അപ്പൊ നമുക്ക് സൗന്ദര്യം തരുന്നതൊക്കെ ദൈവമാണ് തന്നേക്കുന്നത്. हमें सुंदरता प्रभु देता है. അപ്പൊ ഈ സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് ലേക്കുള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. हालेलुया इसको खूबसूरता कमी है करके हालेलुया लिया को बड़ा दुख है. പക്ഷെ പരിഹരിക്കാൻ വേണ്ടി കുറുക്കു വഴികളൊന്നും ലേ കണ്ടുപിടിച്ചില്ല. लेकिन हालेलुया उसको सुलझाने के लिए उसने कोई शॉर्टकट नहीं लिया. അതുകൊണ്ട് ദൈവം തന്റെ അവസ്ഥ കണ്ടു. इसीलिए प्रभु ने उसका अवस्था देखा. ഏത് ഭാര്യയായാലും ഭർത്താവിന്റെ സ്നേഹവും കരുതലും ഒക്കെ ആഗ്രഹിക്കും. अरे चाहे कोई भी हो, यदि पत्नी है तो अपने पति से प्यार चाहती അത് है. കിട്ടാതെ വരുമ്പോ വളരെ വിഷമവും ഭാരവും ഉണ്ടാകും. जब उससे प्यार नहीं मिलता तो बड़ा दिल टूट जाता है. ഇപ്പോൾ ലേയുടെ അവസ്ഥ ദൈവം കാണുകയാ. अभी लिया का अवस्था प्रभु ने देखा. Praise the Lord. प्रेज द लॉर्ड, ഹല്ലേലൂയ. हालेलुया. യാക്കോബ് കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസം നോക്കിയിട്ട് പറയാം, ഞാൻ കളിപ്പിക്കപ്പെട്ടു. अरे याकूब हालेलुया शादी होने के बाद बोलता तुमने मुझे धोखा दिया. നിന്നെ അല്ലാതെ ഞാൻ കാത്തിരുന്നേ. अरे मैं तेरी बात नहीं जो रहा था. Praise the Lord. ആരെങ്കിലും വെളിയിൽ ഇരിപ്പുണ്ടോ? कोई बाहर बैठा है क्या? जो लोग बाहर है अंदर आ जाए. Praise the Lord. प्रेज द लॉर्ड. യാക്കോബ് പറയാ, ഞാൻ കളിപ്പിക്കപ്പെട്ടു. याकूब कहता है हालेलुया मुझे धोखा हुआ. പക്ഷെ കളിപ്പിക്കപ്പെട്ടെങ്കിലും धोखा हुआ तो भी ദൈവത്തിന്റെ പദ്ധതിയാ റാഹേലും യാക്കോബും വിവാഹം കഴിക്കുക എന്നുള്ളത്. हालेलुया परमेश्वर ने हालेलुया ठहराया था कि लिया का शादी याकूब से होना चाहिए. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും യാക്കോബുമാര് പറയുന്നുണ്ടോ? यहाँ बैठा हुआ कोई भी पति ऐसा बोलता है क्या? നിന്നെ എല്ലാവരും ഞാൻ പ്രതീക്ഷിച്ചത്, मैं तेरे को नहीं चाहता था. നീ എല്ലാവരും എന്റെ ഭാര്യ ആകേണ്ടത്, दूसरे से शादी करता तो मेरी जिंदगी अच्छा होता. എനിക്ക് വേറെ സൗകര്യമുള്ളവൾ വരാനുണ്ടായിരുന്നു. बहुत अच्छी लड़की मेरी जिंदगी में थी. എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് ഏതെങ്കിലും ഭർത്താക്കന്മാര് പറയുന്നുണ്ടോ? तेरे से शादी हो गया मेरी जिंदगी में धोखा हो गया ऐसा बोलने वाला कोई आदमी यहाँ बैठा है क्या? തിരിച്ചേതേലും ഭാര്യമാര് പറയുന്നുണ്ടോ? कोई पत्नी अपने पति से बोलती है क्या? നിങ്ങളെ എല്ലാവരും എന്റെ ഭർത്താവായിട്ട് കിട്ടേണ്ടത്. तुम मेरे पति नहीं बनना था. ഹല്ലേലൂയ. हालेलुया. ഇതെല്ലാം ദൈവ പദ്ധതിപ്പെട്ട क्या കാര്യമാണ്. लोग आपके जीवन में जो कुछ होता है प्रभु की योजना है. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ यदि ऐसे दोष देने वाला कोई है तो ഇന്ന് പകൽ ഇവിടെ വെച്ച് നിർത്തിക്കോളാം. यहाँ बंद करे, आज कबूल करे और छोड़े और बंद करे. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്റെ ഭാര്യ ആരാണെന്ന് നിന്റെ ഭർത്താവ് ആരാണെന്ന് മുകളിൽ നിന്ന് तो തീരുമാനിക്കുന്നത്. पैदा होने के पहले तेरा जीवन साथी कौन होना चाहिए प्रभु निश्चय करता है. ഇന്ന് പകൽ എനിക്ക് നല്ല ഭാര്യയെ കിട്ടിയല്ലോ നല്ല ഭർത്താവിനെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ കർത്താവിനെ സ്തുതിച്ചാട്ടെ. जो भी पति या पत्नी आपको मिला है उसके लिए प्रभु को धन्यवाद हो कि सबसे उत्तम प्रभु ने आपको दिया है. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുന്നത്. ऐसे लोगों के लिए परमेश्वर की दया उनके जीवन में आती है. ജീവിതാവസാനം വരെ കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവർക്കല്ല ദൈവ പദ്ധതി വെളിപ്പെടുന്നത്. जिंदगी की आखिरी तक एक दूसरे को दोष देकर झगड़ा करने वालों के ऊपर प्रभु का दया नहीं उतरता है. അപ്പോൾ ലേയയുടെ ഈ ജീവിതത്തിലുള്ള കഷ്ടപ്പാട് ദൈവം കണ്ടു. लेया के जीवन का तिरस्कार प्रभु ने देखा. ഹല്ലേലൂയ. ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും കാണുന്നത്. हमारे जीवन के सारे अवस्था प्रभु देखता
देखता है। ഹല്ലേലൂയ. हालेलुया। ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ का सुसमाचार पहला अध्याय में देखते हैं ഫിലിപ്പോസിൽ നിന്ന് നഥനയേലിനെ കൂട്ടിക്കൊണ്ട് വരികയാണ്. पहले फिलिप्पुस से नतनएल को लेके आते हैं। നഥനയേലിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേന് നഥനയേൽ ദൈവവുമായിട്ട് കർത്താവുമായിട്ട് സംസാരിക്കുന്ന ഭാഗം അവിടെ ഉണ്ട്. परमेश्वर से बात करते हुए बारे में लिखा है। യേശു നഥനയേലിനെ നോക്കി, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാട്ടെ, എല്ലാവരും ഇങ്ങോട്ട് सब लोग നോക്കിയാട്ടെ. इधर देखे। യേശു നഥനയേലിനെ നോക്കിയിട്ട് പറയുക, यीशु नतनएल को देखे कहता है ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, हालेलुया, ये सचमुच इस्राएली है, ഇവനിൽ കപടമില്ല. इसके अंदर कपट नहीं। അപ്പം നഥനയേൽ ചോദിക്കുക, पूछता है നീ എപ്പോൾ എന്നെ കണ്ടു? तू मुझे कब से पहचानता है? അപ്പം ഈ നഥനയേലിനോട് കർത്താവ് പറയുക, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടു. जब तू अंजीर के पेड़ के नीचे था तब मैंने तुझे देखा था। Praise the Lord. हालेलुया। അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ കണ്ടത് മാത്രമല്ല, അവന്റെ സ്വഭാവവും കൂടെ കണ്ടു. हालेलुया, अंजीर के पेड़ के नीचे हालेलुया बैठा हुआ नहीं देखा, लेकिन स्वभाव भी എന്നിട്ട് देखा। നഥനയേലിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുക, गवाही देता है ഇസ്രായേൽ ഇവന് കപടമില്ലാത്തവനാണെന്ന്. हालेलुया, एक सच्चा इस्राएली, इसके अंदर हालेलुया कपट नहीं। ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ അന്തരംഗം കാണുന്നവനാണ് നമ്മുടെ ദൈവം. हमारा दिल परमेश्वर जानता है, നമ്മുടെ സ്വഭാവം കാണുന്നവനാണ് ദൈവം. हमारा स्वभाव प्रभु देखता ഇന്ന് है। പകലിൽ ആ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. आज सुबह परमेश्वर की उपस्थिति നമ്മളെ हमारे बीच में है। നഥനയെ നോക്കി ദൈവം സാക്ഷ്യം പറഞ്ഞതുപോലെ നമ്മളെ നോക്കി പറയുകയാണെങ്കിൽ നമ്മുടെ കർത്താവ് എന്തായിരിക്കും നമ്മളെ കുറിച്ച് പറയുന്നത്? मैं लोगों जैसे नतनएल को देख के प्रभु ने गवाही दी, हमारे बारे में प्रभु क्या बोलेगा? യഹൂദന്മാർ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നത് हालांकि यहूदी लोग जो अंजीर के तले बैठते हैं, വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ वचन पढ़ने के लिए और प्रार्थना करने के അന്നത്തെ लिए। യഹൂദന്മാരുടെ പ്രാർത്ഥനയിലും കാത്തിരിപ്പിലല്ല, കർത്താവിനെ ആയിരുന്നു കാത്തിരിക്കുന്നത്. हालेलुया, यहूदी लोग मसीह आने के लिए हालेलुया बाट जोते रहते हैं। ഹല്ലേലൂയ. हालेलुया। വചനം ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴല്ല, കർത്താവ് എപ്പോഴാ വരുന്ന ഒരു ചിന്തയായിരുന്നു അവരുടെ वचन ഉള്ളിലുള്ളത്. के समय में हर समय एक ही इच्छा है कि प्रभु कब आएगा। നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, हमारे जीवन में भी ऐसे प्रभु की बात जोते हैं तो ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവവചനം ധ്യാനിക്കുന്ന ഒരു സ്വഭാവം अकेले ഉണ്ടെങ്കിൽ, बैठते समय प्रभु का वचन यदि आप मनन करते हो, ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, अकेले बैठते समय प्रार्थना करने का स्वभाव है നിന്നെ तो ആരും കണ്ടില്ലെങ്കിലും तुझे कोई इस दुनिया में ना देखे, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നീ तुझे देखने वाला परमेश्वर स्वर्ग में है। ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് യഹൂദന്മാരെ കാത്തിരിക്കുന്നത് മശിഹയെ കാത്തിരിക്കുന്നത്. तभी यहूदी लोग मसीहा की बात जोते हैं। അതിനെ മശിഹയെ കാത്തിരിക്കുക. अरे नतनएल भी मसीहा की बात जोता है। അവൻ കാത്തിരുന്നവന്റെ കണ്ണിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാ. वो जिसकी बात जोता था उसकी आंखों के सामने दिखाई ഇന്ന് देता है। പകലിൽ നമ്മൾ കർത്താവിനെ കാത്തിരിക്കുന്നതെങ്കിൽ, आज सुबह प्रभु की बात जोते हैं നമ്മുടെ तो സങ്കടത്തിന്റെ അവസ്ഥയില്, हमारे दुख में, നമ്മൾ ഒറ്റപ്പെടുന്ന അവസരത്തില് हम अकेले रहते समय നാം ദൈവത്തെ കാത്തിരിക്കുന്നതെങ്കിൽ, प्रभु की बात जोते हैं तो അവനിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നു എന്നുള്ള ഒരു കാത്തിരിപ്പ് നിനക്കുള്ളതെങ്കിൽ, यदि प्रभु आपको प्रार्थना का उत्तर देगा तो विश्वास करते हैं നഥനയേലിന്റെ മുന്നിലേക്ക് യേശു വരുന്നതുപോലെ तो जैसे नतनएल के पास यीशु आया, നിന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുവാനുള്ള तेरे पास ആഗ്രഹം. प्रभु आ जाता है। എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ദൈവിക സാന്നിധ്യം എനിക്ക് അനുഭവിക്കണമെന്ന്? कितने लोग चाहते हैं ऐसे प्रभु की उपस्थिति में अपने जीवन में अनुभव करो। ഹല്ലേലൂയ. ദൈവവചനം ധ്യാനിക്കുക, ദൈവത്തെ കാത്തിരിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ചെയ്യുന്നവനെ ദൈവം കാണുന്നത്. हालेलुया, जो प्रभु का वचन मनन करता है, प्रार्थना करता है और बाट जोता है, उसको प्रभु देखता है। ഇവിടെ ലേയയുടെ മനസ്സിൽ വളരെ സങ്കടമുണ്ട്, अभी लिया के दिल में बड़ा दुख है, വലിയ വേദനയുണ്ട്. बड़ा दर्द है, അത് ആർക്കും കാണാൻ കഴിയത്തില്ല. ये कोई देखता नहीं है। യാക്കോബിന് അത് മനസ്സിലാക്കാൻ അറിയത്തില്ല. याकूब नहीं समझ रहा है। സ്വന്തം സഹോദരി റാഹേൽ വീട്ടിനകത്തുണ്ട്. राहेल घर के अंदर है, അവൾക്ക് ലേയയുടെ മനസ്സിലുള്ള വേദന അറിയത്തില്ല. उसको ये दर्द नहीं मालूम है। ലേയയുടെ അപ്പനും അമ്മയും അവിടെ ഉണ്ട്. लिया के माँ बाप है, അവളുടെ ഉള്ളിലുള്ള സങ്കടം അവർക്ക് കാണാൻ പറ്റത്തില്ല. उसका दर्द उनको नहीं मालूम है। ആർക്കും കാണാൻ പറ്റത്തില്ലെങ്കിലും कोई नहीं जानता है वो भी। സ്വർഗ്ഗത്തിലെ ദൈവം ലേയയുടെ ഉള്ളിലെ സങ്കടം കാണുകയാ. परमेश्वर ने हालेलुया लिया का स्वभाव അവളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടം ദൈവം കാണുകയാ. उसके जिंदगी का दुख प्रभु ने देखा है। ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചോട് പറഞ്ഞാട്ടെ, आज विश्वास के साथ कहिए, എന്റെ ഉള്ളിൽ തകർന്നിരിക്കുന്ന ഒരു മനസ്സുണ്ട്. मेरा टूटा हुआ दिल जानने वाला परमेश्वर എന്റെ है। ഉള്ളിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരു സങ്കടമുണ്ട്. मेरे दिल के अंदर हालेलुया कोई भी सुलझा नहीं सकते हुए बोझ है। അത് ആർക്കും കാണാൻ കഴിയത്തില്ല. दुनिया को नहीं मालूम, അത് ആർക്കും പരിഹരിക്കപ്പെടാൻ मेरे കഴിയത്തില്ല. दिल का दर्द दुनिया को नहीं मालूम, പക്ഷേ എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. लेकिन मुझे देखने वाला एक परमेश्वर ആ है। സങ്കടം കണ്ട് പരിഹരിക്കുന്ന ഒരു സമയം എന്റെ മുമ്പിലുണ്ടെന്ന് आज പറഞ്ഞാൽ मेरे प्रार्थना का प्रभु उत्तर देगा। വിശ്വാസം विश्वास करने वाले हाथ उठा के प्रभु को धन्यवाद दे। आज मेरे दुख का प्रभु हालेलुया उत्तर देने वाला है। അനിഷ്ടയുടെ യഹോവ കണ്ടിട്ട് അടങ്ങിയിരുന്നില്ല. लिया का तिरस्कार देके परमेश्वर शांत नहीं रहा। ദൈവം ലേയയുടെ ഗർഭത്തെ തുറന്നു. ओ प्रभु ने लिया के गर्भ को खोल दिया, അവൾ ഗർഭവതിയായി. वो गर्भवती हो गई, ഒരു മകനെ പ്രസവിച്ചു. एक बेटे को हालेलुया जन्म दिया। മകനെ പ്രസവിച്ചപ്പോ ലേയ പറയുക, और लिया कहती है, യഹോവ എന്റെ സങ്കടം കണ്ടു. यहोवा ने मेरा दुख देखा है। യഹോവ
എന്റെ സങ്കടം കണ്ടു എന്ന് പറഞ്ഞ് രൂപേൻ എന്നവന് പേരിട്ടു. और उसका नाम रूबेन रखा. ഹല്ലേലൂയ. സങ്കടം കണ്ടു. अल्लाह दुख देखा. നാവെടുത്ത് അവൾ സംസാരിച്ചിട്ടില്ല. अल्लाह जीभ लेके बात नहीं किया. കാരണം മനസ്സിൽ അത്രമാത്രം വിഷമമുണ്ട്. क्योंकि दिल में उतना दर्द है. ഈ യാക്കോബ് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ സ്നേഹിക്കുമെന്നാണ് വിചാരിച്ചത്. अल्लाह उसने सोचा था याकूब शादी के बाद तो भी प्यार करेगा. ഇസ്ഹാക്ക് കല്യാണത്തിന് ശേഷം ചേർത്ത് നിർത്തുമെന്നായി शादी के बाद अल्लाह मेरे साथ मिल जाएगा. അവനിൽ കൂടി വലിയ വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. उसकी जिंदगी में बहुत बड़ी आशा है. പക്ഷെ പ്രതീക്ഷിച്ചതെല്ലാം വിപരീതമായത് ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ लेकिन जीवन में जो सोचा था वो सब विरोध में हो गया. तो ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത സങ്കടമുള്ള അവിടെ ഉള്ളിലകത്ത് വന്നു. कोई भी नहीं सुलझा सके वे दुख उसके दिल में आ गया. യഹോവ കാണുന്നുണ്ടെങ്കിൽ അവനെ നോക്കി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോലും അവിടെ നാവെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. परमेश्वर सब देखता है लेकिन वो अपना जीव लेके एक शब्द उसके विरोध में नहीं बोला. അപ്പോഴാ ദൈവം ഒരു മകനെ കൊടുക്കുന്നത്. तभी उसको एक बेटा दिया. ആ മകനെ നോക്കിയിട്ട് പറയുക, वो बच्चे को देख के कहती है എന്റെ സങ്കടം ദൈവം കണ്ടു. मेरा दुख प्रभु ने देखा. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവത്തെ നോക്കി പറഞ്ഞാട്ടെ, आज प्रभु को देख के बोलो എന്റെ ജീവിതത്തിന്റെ അവസ്ഥ കാണുന്ന ഒരു ദൈവമുണ്ട്. ओ आप मेरे जीवन की अवस्था को देखते हो. അത് നോക്കിയിട്ട് കടന്നു പോകുന്നവനല്ല. आप चुप नहीं रहोगे. ആ സങ്കടത്തിന്റെ കാരണത്തെ ഇല്ലാതാക്കുന്നവനാണ് ദൈവം. मेरे दुख का आप निवारण करने वाले हो. ഇസ്രായേലിലെ ഒന്നാമത്തെ ഗോത്രമാണ് രൂബേൻ എന്ന് പറയുന്ന ഗോത്രം. इस्राएल का पहला गोत्र है रूबेन. എന്ന് പറഞ്ഞാൽ ആ പദവിയെ ആർക്കും തട്ടി മാറ്റാൻ കഴിയത്തില്ല. वो पदवी कोई छीन नहीं सकता. ഇസ്രായേലിലെ ഒന്നാമത്തെ ഗോത്രം രൂബേൻ. इस्राएल का पहला गोत्र. നിങ്ങൾ എല്ലാവരും പറഞ്ഞാട്ടെ രൂബേൻ എന്ന് പറഞ്ഞാട്ടെ. रूबेन. सब बोलो रूबेन. ഹല്ലേലൂയ. हालेलुया. ആ 12 ഗോത്ര ഇസ്രായേലിനോട് നമുക്കറിയാം. 12 हालेलुया ये गोत्र है. ഈ പദവി ആർക്കും തട്ടി മാറ്റാൻ കഴിയത്തില്ല. ये पदवी और कोई नहीं छीन सकता. എന്ന് പറഞ്ഞ നമ്മുടെ സങ്കടം കണ്ട് നമ്മളെ നോക്കി മനസ്സിൽ ദൈവം തരുന്ന അനുഗ്രഹം ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ തട്ടി മാറ്റാൻ കഴിയത്തില്ല. हमारा दुख देखकर हमें जो प्रभु आशीष देता है वो इस दुनिया में कोई छीन नहीं सकता है. ഹല്ലേലൂയ. हालेलुया. രണ്ടാമത് അവൾ ഗർഭവതിയായി. दूसरे बार वो गर्भवती हुई. ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. उसको एक संतान प्रभु ने दिया. 33 വാക്യത്തിൽ പ്രകാരം കാണുന്നു, 33 आयत में हम देखते हैं ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടു. हालेलुया. प्रभु ने देखा कि आज मेरा तिरस्कार होता है. ഒന്നാമത് സങ്കടം അവൻ കണ്ടു. पहले मेरा दुख देखा. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ പറയാ, पहले दूसरा बच्चा पैदा तो बोलती है ഞാൻ അനിഷ്ട എന്ന് ദൈവം കേട്ടു प्रभु ने देखा मेरा तिरस्कार होता എന്ന് है. പറഞ്ഞ അവൾ നാവനക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. अपना जीभ खोल के प्रार्थना करना. Praise the Lord. ദൈവം കേട്ടെങ്കിൽ അവരുടെ വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേട്ടു. वही उस मुख से निकलता प्रार्थना प्रभु ने सुना. എന്ന് പകലിൽ പറഞ്ഞാട്ടെ, आज सुबह देख പ്രതികൂലത്തിന്റെ നടുവിൽ അടങ്ങിയിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിറക്കിയത്. आप चुप रहने के लिए प्रभु ने नहीं बोला. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ നടുവിൽ എന്നും കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചു हर വേർതിരിച്ചത്. समय रोते बैठने के लिए नहीं. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ വിശ്വസിക്കണം. हमारा प्रार्थना सुनने वाला एक हालेलुया. അവന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാല് यदि हम उसको देख के प्रार्थना करेंगे അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം हमारी നൽകും. प्रार्थना को उत्तर देगा. മൂന്നാമത് അവൾ ഗർഭവതിയായി. फिर वो गर्भवती हुई ഹല്ലേലൂയ. മൂന്നാമത് ഗർഭവതിയായ ഒരു മകനെ കൊടുത്തു. और एक संतान उसको हुआ. അതാ ലേവി എന്ന് പറയുന്നത്. उसका नाम लेवी रखा गया. മൂന്നാമത് അവൾ പറയുക, कहती है ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും. अभी मेरा पति मुझसे मिल जाएगा. എല്ലാവരും നോക്കിയാട്ടെ. सब ध्यान देखे. ഒന്നാമത്തെ കുഞ്ഞ് ജനിച്ചപ്പം ലേയ പറഞ്ഞത് എന്റെ സങ്കടം ദൈവം കണ്ടു. पहला बच्चा हुआ तो लेया ने बोला मेरे दुख को प्रभु ने देखा. രണ്ടാമത് ശിമിയോൻ ജനിച്ചപ്പോൾ തന്നെ ലേയ പറയാ എന്റെ അനിഷ്ട എന്നുള്ളത് ദൈവം കേട്ടു. हालेलुया. जब शिमोन पैदा हुआ उसने बोला मेरे अप्रिय प्रभु ने देखा. അപ്പൊ ഒന്നാമത് സങ്കടത്തിൽ പ്രാർത്ഥിച്ചില്ല. पहले संकट में प्रार्थना नहीं किया. മിണ്ടാതിരുന്നപ്പോഴാ ദൈവം അത് കണ്ട. ദൈവം प्रभु ने उसकी अवस्था को देख के उसको उत्तर दिया. രണ്ടാമത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. फिर प्रार्थना करना शुरू किया. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവം ശിമിയോനെ കൊടുത്തു. हालेलुया. प्रभु ने शिमोन दिया. മൂന്നാമത് അവൾ പറയാ ഇപ്പോൾ എന്റെ ഭർത്താവിനോട് പറ്റിച്ചേരും. तीसरी बार बोलते अभी मेरा पति मेरे साथ मिला എന്നതാണ് रहेगा. വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തെ അവിടെ കാണിക്കുന്നത്. विश्वास की बातें हम देखते ഇന്ന് हैं. പകൽക്കാലം വിശ്വാസത്തോടെ നിങ്ങൾ പ്രഖ്യാപിച്ചാട്ടെ. आज विश्वास के साथ बोलिए. നിങ്ങളെ കരയിപ്പിക്കുന്ന വിഷയത്തെ നോക്കിക്കൊണ്ട്, जो बातें जो परिस्थिति आपको रुलाता है, നിങ്ങളുടെ സങ്കടത്തെ നോക്കിക്കൊണ്ട് आपके दुख को देखकर നിങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചാട്ടെ. विश्वास के साथ बोलिए ഈ അവസ്ഥകൾ എന്റെ ദൈവം മാറ്റുമെന്ന് मेरे പറഞ്ഞാട്ടെ. जीवन की अवस्थाओं को प्रभु बदलने वाला ഞാൻ है. എന്നും കരഞ്ഞുകൊണ്ടിരിക്കാൻ അവൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാട്ടെ. जिंदगी भर रोते रहने नहीं देगा. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്റെ ദൈവം തരുമെന്ന് मेरा प्रभु പറഞ്ഞാട്ടെ. मेरे आंसुओं को दूर कर रहा है. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അവസ്ഥകൾക്ക് മാറ്റം मेरे വരുമെന്ന് प्रार्थना പറഞ്ഞാട്ടെ. सुन के मेरे दुख को प्रभु दूर कर रहा है. ഹല്ലേലൂയ. ലേയ
അതിലേക്ക് മൂന്നാമത്തെ കുഞ്ഞിനെ കൊടുത്തു ലേവി. अल्ले लेवी पैदा हुआ, അതാ പുരോഹിത ഗോത്രം. अल्ले वही याजक पद के हैं. അനേകർക്ക് വേണ്ടി മധ്യസ്ഥയായിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ പുരോഹിത വർഗം. कईयों के लिए विश्वास करने वाला याजक का गुण. സ്വന്തം അവസ്ഥയ്ക്ക് സങ്കടപ്പെട്ടില്ലേ നടന്നത്. खुद का अवस्था देख के हालेलुया दुख में थी. സ്വന്തം അവസ്ഥ മാറാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചത്. खुद का अवस्था बदलने के लिए उसने प्रार्थना किया. മൂന്നാമത്തെ തലമുറ വരുമ്പോ लेकिन तीसरा संतान आते समय ഒരു മധ്യസ്ഥത നമുക്ക് അവിടെ കാണാൻ वहाँ സാധിക്കും. पे एक विश्वास को हम देखते ഇന്ന് हैं. പകൽ നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു. അതിനോടൊപ്പം അനേകരുടെ വിഷയങ്ങളെ എടുത്ത് ഇന്ന് പകൽ നമ്മൾ കേട്ടതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. आप अब तक अपने बारे में प्रार्थना करते, आज हमने जैसे सुना, हम कईयों के लिए विश्वास करने वाले बन जाए. നമ്മുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരും. നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം हमारी തരും. अवस्था को प्रभु बदल देगा. हम जिनके लिए प्रार्थना करें उनको छुटकारा देगा. വിശ്വസിച്ചോണ്ട് നിങ്ങൾ പ്രഖ്യാപിച്ചാട്ടെ. विश्वास के साथ हालेलुया अपना मुंह खोल के बोले ഹല്ലേലൂയ. हालेलुया. നാലാമത് ദൈവത്തെ ഒരു കുഞ്ഞിനെ കൊടുത്തു. चौथा और एक संतान दिया. അതാ നമ്മൾ വായിച്ച ഭാഗം. वही हमने पढ़ा है. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും. अभी मैं परमेश्वर का धन्यवाद करूंगी, എന്ന് അവൾ പറഞ്ഞു. ऐसे उसने कहा. അതുകൊണ്ട് അവൾ അവനെ യഹൂദ इसलिए उसने नाम उसे यहूदा रखा. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും. अभी मैं परमेश्वर का धन्यवाद करूंगी. നാല് അവസ്ഥകൾ നമ്മൾ കണ്ടു. चार अवस्था ने देखा. എന്റെ സങ്കടം ദൈവം കണ്ടു. मेरा दुख प्रभु ने देखा. ഞാൻ അനിഷ്ടയെന്ന് ദൈവം കേട്ടു. मैं अप्रिय जानी जाती है प्रभु जानता എന്റെ है. ഈ സങ്കടത്തിന്റെ അവസ്ഥ ദൈവം മാറ്റും. मेरा दुख का अवस्था प्रभु बदल देगा. നാലാമത്തെ അവസ്ഥ പറയുക ഞാൻ ഇപ്പോൾ യഹോവയെ സ്തുതിക്കും. चौथा वो कहते हैं अभी मैं प्रभु का धन्यवाद ഞാൻ करूंगी. ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നല്ല അല്ലേ പറയുന്നത്. या ये नहीं बोलती मैं रोती ഞാൻ रहूंगी. ഇന്ന് നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ല हर പറഞ്ഞത്. समय दुखी रहूंगी ऐसे नहीं. എന്റെ അവസ്ഥ നോക്കി ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ല मैं അല്ലേ ऐसे कहते हैं, मैं പറയുന്നത്. रोती रहूंगी ऐसे नहीं. ഞാനിപ്പോ ദൈവത്തെ ആരാധിക്കും. वो बोलते हैं, अभी मैं प्रभु का धन्यवाद करूंगी. ഇതുവരെ ചെയ്ത നന്മകൾ ഓർത്ത് 3 തലമുറകളെ ദൈവം തന്നു. ഇതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ പോകുകയാ. हालेलुया. आपको प्रभु ने 3 संतान दिए, उसके लिए धन्यवाद करने जा रहे നിങ്ങൾ हैं. പറഞ്ഞാൽ ഇനി ഞാൻ കരയത്തില്ലെന്ന് പറഞ്ഞാട്ടെ. आज अपना मुंह खोल के बोला इसके आगे मैं नहीं रहूंगा. ഇനി ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നില്ലെന്ന് പറഞ്ഞാട്ടെ. इसके आगे दुखी नहीं रहेंगे. സർവശക്തനായ ദൈവത്തെ ഞാൻ ആരാധിക്കും പറഞ്ഞാട്ടെ. मैं आराधना करूंगा. ആരാധിക, പ്രൗഢകാരികൾ, ലുടാരിക, തുലകനാരികൾ, പ്രൗഢകവനാരിക. 39 സംഗീതം നാം പ്രകാരം കാണുന്നത്. हालेलुया. 39 भजन में ऐसे देखते हैं. ദാവീദ് പറയുക दाऊद कहता है, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും. मैं अपने चाल चलन में चौकसी करूंगा ताकि मेरे मुंह से पाप ना हो. കുട്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ വായി കടിഞ്ഞാണിട്ട് जब तक दुष्ट मेरे सामने अपना मुंह बंद किए हुए चुपचाप रहूंगा. ഞാൻ ഉരിയാടത് ഊമനായിരുന്നു. हालेलुया. ये इसलिए मैंने अपना मुंह ना खोला. നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. और गूंगा बन गया और मैं भलाई की ओर से चुप्पी साधे रहा. ദാവീദ് രാജാവാണെങ്കിലും തന്റെ ജീവിതത്തിലുണ്ടായ സങ്കടത്തിന്റെ പ്രതികൂലത്തിന്റെ അവസ്ഥകളാ ദാവീദ് പറയുന്നത്. दाऊद राजा होने के बाद हालेलुया ये कहता है. അവിടെ എല്ലാം മിണ്ടാതിരിക്കുന്ന ഒരു ദാവീദ് നമുക്ക് കാണാൻ वहाँ पे സാധിക്കും. चुप रहते हुए दाऊद को हम देखते हैं. എന്നാൽ രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോ दूसरे आयत में हम देखते हैं അവസ്ഥകൾക്ക് മാറുകയാ. अवस्था बदल गया. ആ സങ്കടത്തിന്റെ നടുവിൽ ദാവീദ് പറയുകയാ इसके बीच में दाऊद कहता है, എന്റെ സങ്കടം പൊങ്ങി വന്നു. हालेलुया. मैं अपने हालेलुया दुख में बोल उठा. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. हालेलुया. सोचते आग भड़क उठी. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. सोचते आग भड़क उठी. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. अभी अपना मुंह खोल के बात करने लगा. ദാവീദിന് സങ്കടത്തിന്റെ അനുഭവമുണ്ട്. दाऊद का संकट है. ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാത്ത അവസ്ഥകളിൽ കൂടി ദാവീദ് കടന്നു പോകുകയാ. एक शब्द भी नहीं बोल सकते हुए आगे बढ़ता പക്ഷെ है. ദാവീദ് പറയുകയാ दाऊद कहता है, എന്റെ സങ്കടം പൊങ്ങി വന്നു. हालेलुया. मेरा दिल दुख से भर गया. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. हालेलुया. मेरे अंदर सोचते आग भड़क उठी. സങ്കടത്തിന്റെ നടുവിൽ ഇന്ന് പകൽ ഹൃദയത്തിന്റെ ചൂടിൽ പിടിക്കണമെന്ന് എത്ര ആഗ്രഹിക്കുന്നുണ്ട്. प्रार्थना करो कि आज मेरे दिल के दुख में हालेलुया प्रभु का आत्मा का हालेलुया उपस्थिति आने ആ पाए. ദൈവത്തെ നോക്കിയിട്ട് അല്പനേരം ധ്യാനിക്കാമെങ്കിൽ ആ ധ്യാനത്തിന് തീ ഇറങ്ങുന്നത് കാണാൻ वो प्रभु को സാധിക്കും. थोड़ी देर ध्यान करे, उसके अंदर प्रभु का आग उतरेगा. അപ്പോൾ ദാവീദ് പറയാ ആ ധ്യാനത്തിന് തീ കത്തിയപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. दाऊद कहता था, तभी मैं अपना जीभ से बोल उठा. ലേയ പറയുക ഹല്ലേലൂയ ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് യഹൂദ എന്ന് പേരിട്ടു. ओ लिया कहती है, अभी मैं प्रभु का धन्यवाद करूंगी बोल के उसका नाम यहूदा रखा. ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ आज തയ്യാറാകുന്നു. प्रभु ने की भलाइयों के लिए कितने लोग धन्यवाद देने के लिए तैयार. ലേയയ്ക്ക് സങ്കടത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. लेया की जिंदगी में दुख था. ലേയയ്ക്ക് ഒറ്റപ്പെട്ട അനുഭവം ഉണ്ടായിരുന്നു. लेया के जीवन में अकेलापन था. സ്നേഹിക്കേണ്ടവരെല്ലാം അകറ്റി നിർത്തിയ സമയം ഉണ്ടായിരുന്നു. प्रेम करने वाले सबने उसको छोड़ दिया. പക്ഷെ സങ്കടം കണ്ട ഒരു ദൈവമുണ്ട്. लेकिन उसका दुख देखा एक परमेश्वर. വാ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥന കേട്ട ഒരു ദൈവമുണ്ട്. प्रार्थना करने के लगी तो प्रार्थना सुना एक ഇന്ന് परमेश्वर. പകൽ വിശ്വാസത്തോടെ നിങ്ങൾ പ്രഖ്യാപിച്ചാട്ടെ आज विश्वास के साथ बोलिए, ഈ അവസ്ഥകളെല്ലാം എന്റെ ദൈവം മാറ്റുമെന്ന് പറഞ്ഞാട്ടെ. मेरा अवस्था प्रभु बदलने जा रहा നിന്റെ है. സങ്കടത്തിന്റെ അവസ്ഥയെ മാറ്റുന്ന ദൈവത്തെ നോക്കിയിട്ട് मेरे दुख को बदलने वाले परमेश्वर को देखकर ദാവീദ് പറയുന്നത് പോലെ എന്റെ ധ്യാനത്തിൽ തീ കത്തി എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ അല്പനിമിഷം നിങ്ങൾക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ എത്ര
कि अब कितने लोग आ Hey रहे Baba, हैं बनानेगा, प्रभुड़ेगा, बनानेगा, 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 प्रभुड़ेगा, ताली बजाते हुए कुछ नाराज न Hallelujah, करें സങ്കടത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. हमारे दुख को दूर करने वाला परमेश्वर നിന്റെ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. अवस्था को बदलने वाला നിന്റെ परमेश्वर പകലിൽ ആ സർവ്വശക്തന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. आज उपस्थित हमारे बीच में അടങ്ങിയിരിക്കുന്ന എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ ആരാധിച്ചാട്ടെ. हमारे सब लोग ताली बजा के आ रहे हैं പ്രഭുടേगा, പ്രഭുടേगा, बनानेगा, प्रभुടേगा, बनानेगा. യാക്കോബ് അവളെ സ്നേഹിച്ചില്ല. लेआ के जीवन में कमी होने की वजह से याकूब ने उससे प्यार नहीं किया ഹല്ലേലൂയ, അവളെ അനിഷ്ടയായിരുന്നു അവള്. वो अप्रिय जानी गई ഹല്ലേലൂയ, പക്ഷേ ദൈവം അവളെ അവസ്ഥ കണ്ട് അവളുടെ അവസ്ഥകൾക്ക് लेकिन മാറ്റം प्रभु तरस खा के उसके अवस्थाओं को बदल दिया ആ ഗോത്രത്തിൽ നിന്ന് ഒരു ബോവസ് ഈ ഭൂമിയിലേക്ക് उसके വരുന്നു. अंदर से एक बोअज इस दुनिया में आया ആ ഗോത്രത്തിൽ നിന്ന് ദാവീദ് രാജാവ് ഈ उसके अंदर ഭൂമിയിലേക്ക് वही गोत्र में से दाऊद पैदा हुआ അതേ യഹൂദാ ഗോത്രത്തിൽ നിന്ന് യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായ നമ്മുടെ രക്ഷകനായ യേശു ഈ वही ഭൂമിയിലേക്ക് गोत्र में से വരുന്നത്. यहूदा का सिंह होते हमारे यीशु पैदा हुआ ഹല്ലേലൂയ, യേശുവിന്റെ ഒരു വലിയ അമ്മച്ചി അല്ലേ എന്ന് പറയുന്നത്. हालेलुया यीशु मसीह के हालेलुया ये इसलिए परदादी कह सकते हैं ദൈവം ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എന്റെ തലമുറകളിൽ ഇങ്ങനെ ഒരു രക്ഷകൻ ये വെളിപ്പെടുന്നത്. आपने जिंदगी में सोच भी नहीं सकते कि मेरे पीढ़ियों में ऐसा एक हालेलुया बच्चा पैदा होगा നിന്റെ ജീവിതത്തിൽ സങ്കടമുണ്ടെങ്കിൽ तू कभी भी नहीं सोच सकता നീ है ദൈവത്തെ നോക്കിയാൽ കരയുന്നതെങ്കിൽ तू प्रभु को लेकर रोता है तो നിന്റെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുമ്പോ तेरे जीवन की अवस्था को बदलने के നീ लिए തന്നെ നോക്കി ആശ്ചര്യപ്പെടുവാനിടയായി. मेरा परमेश्वर विश्वास योग्य है യായുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട തലമുറയിൽ നിന്ന് യേശു എന്ന ലോകരക്ഷകൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. राहेल के पेट से निकले हुए हालेलुया लिया के पेट से जो निकला उसमें से दुनिया का उद्धारक भी पैदा हुआ വന്യമച്ചയുടെ കുറവ് നോക്കി ഹല്ലേലൂയ അകറ്റി നിർത്തിയിരുന്നു. हालेलुया लिया की कमियों को देख के उसको दूर किया പക്ഷേ യേശുവിനെ നോക്കിയാട്ടെ लेकिन यीशु को देखो എല്ലാവരും കണ്ണുകൾ അടച്ചാൽ सब अपने आंखों को बंद करें ആർക്കും വേണ്ടാത്തവരെ തേടി കർത്താവ് വന്നത്. यदि आपसे कोई प्यार नहीं करता तो आज प्रभु तुम्हें प्यार करने के लिए तुम्हारे करीब खड़ा है മുടന്തന്മാരെ ആരും സ്നേഹിക്കത്തില്ല. लंगड़ों से कोई प्यार नहीं करता മുടന്തന്മാരെ ആരും കരുതത്തില്ല. हालेलुया कोई पसंद नहीं करता കുഷ്ഠരോഗികളെ ആരും ചേർത്ത് നിർത്തത്തില്ല. कोड़ियों को कोई पास नहीं लेता സ്വന്തം ഭവനത്തിൽ നിന്ന് അവരെ ആട്ടി പുറത്താക്കുക ചെയ്യുന്നത്. घर से गांव से और समाज से बाहर निकालते हैं ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് അവസരമില്ല. मंदिर जाके प्रार्थना नहीं कर सकते രക്തസ്രാവമുള്ള സ്ത്രീയെ ആ ഒരു സമൂഹത്തിൽ നിന്ന് ദൂരെ മാറ്റി നിർത്തും. हालेलुया लहू बहते हुए स्त्री को समाज से बाहर निकालते വ്യാധി പിടിച്ചവരെ ആരും ചേർത്ത് നിർത്തത്തില്ല. कोई भी करीब आने नहीं देता है ഭിക്ഷയാചിക്കുന്നവരെ ആരും ചേർത്ത് നിർത്തത്തില്ല. भिखारियों को कोई करीब आने नहीं देता പക്ഷേ है ആ യേശുവിനെ ഒന്ന് നോക്കിയാട്ടെ. लेकिन यीशु मसीह की ओर देखिए ആ യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തെ ഒന്ന് നോക്കിയാട്ടെ. ओ यहूदा गोत्र के सिंह को देखो ആരും സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുന്ന യേശുവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. कोई भी प्यार नहीं करते हुए लोगों को प्यार करने वाला यीशु मसीह യേശുവിന്റെ വല്യമച്ചായല്ലേ ഹല്ലേലൂയ ഭർത്താവ് പോലും സ്നേഹിച്ചത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. हालेलुया यीशु मसीह की परदादी होते हुए लिया से उसके पति ने भी प्यार नहीं किया പക്ഷേ ദൈവം അവിടെ അവസ്ഥ കണ്ടു. कि प्रभु ने उसकी अवस्था को देखा നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. आज आप प्रभु की ओर देखे എന്നിട്ട് നമ്മുടെ ജീവിതത്തെ നോക്കിയാട്ടെ. और अपनी जिंदगी देखे പലപ്പോഴും നമ്മളും സങ്കടപ്പെട്ട് നമ്മളും ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ कई बार हम ഉണ്ട്. भी दुख में बोले कि मेरे लिए इस दुनिया में कोई नहीं है സ്നേഹിക്കേണ്ടവർ പലരും നമ്മളെ പലരും സ്നേഹിക്കാതെ വിട്ട സന്ദർഭങ്ങൾ നമ്മുടെ जिन्होंने आपको ജീവിതത്തിലുണ്ട്. प्रेम करना चाहिए था कईयों ने आपको धोखा दिया ചേർത്ത് നിർത്തേണ്ടവർ പലരും നമ്മളെ അകറ്റി മാറ്റിയ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. जिन्होंने आपके साथ विश्वास योग्यता निभाना था उन्होंने विश्वासघात किया പക്ഷേ അവിടെ എല്ലാം ചേർത്ത് നിർത്തി കണ്ണുനീര് തുടച്ചവരെ ദൈവമുണ്ടെങ്കിൽ ആരാധിക്കുന്ന യേശു लेकिन മാത്രമാണ്. उस अवस्था में स्वयं उतर कर तेरे आंसुओं को पहुंचा हुआ एक यीशु है ഇന്ന് പകലിൽ ഹല്ലേലൂയ ആരെങ്കിലും സങ്കടത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ आज कोई दुख के साथ यहाँ बैठा है तो ആരും കാണാതെ രാത്രിയാമകൾ കരയുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ कोई भी नहीं जानते हुए अकेले रोते हुए कोई यहाँ बैठा है तो ആരും കേൾക്കാതെ നിശബ്ദതയിൽ നീ കരയുന്നുണ്ടെങ്കിൽ कोई भी नहीं जानते हुए दिल टूटते हुए कोई बैठा है तो ആ ദൈവമുഖത്തേക്ക് നോക്കിയാൽ നീ കരയുന്നുണ്ടെങ്കിൽ यदि तू प्रभु को देख के रोता है നിന്റെ കണ്ണുനീര് കൊണ്ട് നീ കട്ടിൽ നനയ്ക്കുന്നുണ്ടെങ്കിൽ यदि तू अपने आंसू से अपने खाट भिगोते है तो നിന്റെ ഹൃദയത്തിലുള്ള വേദന കാണുന്ന ഒരു ദൈവം ഈ പകലിൽ നിന്നെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. तेरे दिल का दर्द जाने वाला यीशु तुझे देखता ആ है കരച്ചിൽ കണ്ടിട്ടുണ്ടെങ്കിൽ वो हाथों ने देखा है तो അവൻ നിന്റെ കണ്ണുനീര് തുടച്ചു
वो तेरे अपने हाथों से तेरे आंसुओं को पोंछ डालेगा, കരഞ്ഞ വിഷയത്തിന് മറുപടി തരുവാനിടയായി തീരും. तेरे आंसुओं को बदल देगा. ഇന്ന് പകൽക്കാലം ലേയോട് ചേർത്തൊന്ന് പറഞ്ഞാട്ടെ, आज लिया के साथ मिलके बोले, ഞാൻ എന്റെ യഹോവയെ സ്തുതിക്കുമെന്ന് अभी പറഞ്ഞാട്ടെ. मैं परमेश्वर का स्तुति करूंगी. ഞാൻ ചോദിച്ചതും നിലച്ചതും അവന് അധികം ഉത്തരം തരുന്ന ദൈവമാണെന്ന് പറഞ്ഞാട്ടെ. जो निश्चय करता अपने हाथ उठा के बोले, आज से मैं प्रभु का धन्यवाद स्तुति करूंगी. എന്റെ നിന്ന മാറ്റുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുമെന്ന് പറഞ്ഞാട്ടെ. वो मेरे निंदा को दूर करेगा. എന്റെ ഹൃദയം തകർന്ന അവസ്ഥ മാറ്റുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുമെന്ന് പറഞ്ഞാട്ടെ. मेरे टूटे हुए दिल को ये ठीक करेगा. ആരും കാണാത്ത എന്റെ ഈ അനുഭവത്തെ മാറ്റുന്ന ദൈവത്തെ ഞാൻ कोई नहीं ആരാധിക്കുമെന്ന് जानता मेरे दिल के दर्द को दूर करेगा. ഇന്ന് പകൽ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ പ്രഖ്യാപിക്കുക. विश्वास के साथ मुंह खोल के बोले, Hallelujah, 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 Jesus, hallelujah. നമ്മളെ തേടി വന്ന ക്രൂശിലെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, हमें ढूंढ के आया क्रूस का प्रेम भी याद करके, നമുക്ക് വേണ്ടി തകർന്ന ശരീരത്തെ ഓർത്തുകൊണ്ട്, हमारे लिए तोड़ा गया शरीर को याद करके, സകല പാപങ്ങളെയും കഴുകി ശുദ്ധീകരിക്കുവാൻ ചൊരിഞ്ഞ രക്തത്തെ ഓർത്തുകൊണ്ട്, सारे पापों को धोड़ाते उसके लिए को याद करके, വിശുദ്ധിയോടെ ഈ തിരുമേശയുടെ ഭാഗമാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. पवित्रता के साथ में इसमें भाग ഈ लो. വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. वचनों के द्वारा प्रभु में आशीष. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. आंखों को बंद करें प्रार्थना. പരിശുദ്ധ പിതാവേ, എന്ന സമയത്തിനായി സ്തോത്രം. കേൾപ്പിച്ച വചനത്തെ എന്റെ മുമ്പാകെ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഈ വചനങ്ങൾ ഞങ്ങളുടെ ഏവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ. വചനം കേട്ട പ്രിയപ്പെട്ടവരെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകലപ്പെടുന്ന സകല വിഷയങ്ങളും ഉത്തരം നൽകി പ്രിയപ്പെട്ടവരെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ എന്ന് ഈ പകൽക്കാലം ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിരുമേശന്റെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. വിശുദ്ധിയോടെ കർത്താവേ, ആത്മനെ ശുശ്രൂഷിക്കാൻ വിശുദ്ധിനെ ബലപ്പെടുത്തണമേ. വിശുദ്ധിയോടെ കർത്താവേ, ഭാഗമാക്കാൻ വേണ്ടി ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. जिन्होंने